നല്ല തിളച്ച വെള്ളത്തിൽ കുതിർത്തെടുത്ത് 5 മിനിറ്റ് കുതിർത്തെടുത്ത് സോയാ ചങ്ക്സ് നല്ലതുപോലെ പിഴിഞ്ഞെടുത്ത് ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് ചതച്ചെടുക്കാം. ഇനി ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്ത് പാത്രം ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുക്, 2-3 വറ്റൽമുളക്, പിന്നെ ഒരു 10-15 കൊച്ചുള്ളി, ഒരു 5-8 വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായി അരിഞ്ഞ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇടാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവോള കൂടി അരിഞ്ഞ് ചേർത്ത് അതും നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നിറയെ കാശ്മീരി മുളക് പൊടി, ഒരു 3/4 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1 ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചതും കൂടി ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ച ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ സോയാ ചങ്ക്സിലെ വെള്ളമെല്ലാം തോർന്ന് നന്നായിട്ട് വെന്ത് വരും. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകവും കൂടി ചൂടായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം ഈ രീതിയിലൊന്ന് ചതച്ച് ഇട്ട് കൊടുക്കാം. ഇനി അതും നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് 1 കപ്പോളം തേങ്ങ ചെരിയതും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചെരിയതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം 1 ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായി ഒന്നും കൂടി ഇളക്കി മൂടി വയ്ക്കാം. എന്നിട്ടൊരു 5-10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഒന്ന് നന്നായി ഇളക്കി നമുക്ക് ഉപയോഗിക്കാം. നല്ല രുചിയുള്ള സോയാ ചങ്ക്സ് തോരൻ റെഡി ആയിട്ടുണ്ട്.